പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വന്ദനം പറയുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഈ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയ ചില നാളുകൾ. എന്നാൽ അടുത്തൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു പ്രത്യേകമായ ധൈര്യം ദൈവം നമുക്ക് നൽകുകയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയുമൊക്കെ തിന്ന് ശേഷിപ്പിച്ച കാലങ്ങളെ ദൈവം നമുക്ക് മടക്കിത്തരും. നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും വിചാരിക്കാത്ത നഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നു. ഒറ്റപ്പെടലുകൾ, ഒരുപാട് നഷ്ടങ്ങളിലൂടെ നമ്മൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന, നിങ്ങളുടെ നഷ്ടങ്ങളെ തിരിച്ചു തരുന്ന ഒരു പുതിയ സംവത്സരം നിങ്ങളുടെ മുൻപിൽ ദൈവം തുറക്കുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ശിശിരകാലത്ത് ഇലകളെല്ലാം പൊഴിഞ്ഞ് കൊമ്പുകളെല്ലാം വളരെ വേദനയോടെ നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. സൂര്യൻ്റെ കിരണങ്ങളാൽ വാടി തളർന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ വൃക്ഷങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു ശിശിരമുണ്ടെങ്കിൽ അതിനുശേഷം ഇതാ ഒരു നവവസന്തത്തിൻ്റെ കാലം തുറക്കുകയാണ്. ഏത് ശിഖരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞുപോയോ, ഏത് ശിഖരങ്ങളിലാണോ പുഷ്പങ്ങളും ഫലങ്ങളുമൊക്കെ തെളിവായി നിന്നത്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു ശിശിരകാലമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട അതേ കൊമ്പുകളിൽ ഇലകളും പൂക്കളും ഫലങ്ങളുമൊക്കെയായി സന്തോഷത്തിൻ്റെ സമൃദ്ധിയോടെ നാം നിറവിൽ നിൽക്കുന്ന അടുത്തൊരു വസന്തം ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഈ സമയം ബൈബിളിൻ്റെ ആ വാക്യം പ്രസക്തമാണ്. വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞ നമ്മുടെ ആ സംവത്സരങ്ങളെ ദൈവം നമുക്ക് മടക്കിത്തരികയാണ്. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവത്സരത്തെ ഞാൻ നേരുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തിങ്കൽ വളരെ പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ ചുവടുകൾ വെച്ച് നമുക്ക് മുന്നേറാം. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഗാഡ് ബ്ലെസ് യു. ആമേൻ.